സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്വർഗീയ പർദീസ എന്ന ഈ വീഡിയോയുമായി ഒരിക്കൽ കൂടി സ്വർഗദാത അവിടുത്തെ മക്കളുടെ മുൻപാകെ നിൽക്കുവാൻ തന്ന വൻഭാഗ്യത്തെ ഓർത്ത് നന്ദി പറയുകയാണ്. പ്രിയരെ, ഈ വീഡിയോയിൽ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായത്തിൽ എണ്ണ എടുത്ത 5 കന്യകമാരുടെ വിശേഷതകളെക്കുറിച്ച് ഒന്ന് പറയാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. പ്രിയപ്പെട്ടവർ, ഈ വീഡിയോ ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ പ്രാർത്ഥന കേൾക്കണം. സ്വർഗ്ഗപിതാവ്, പ്രിയരെ, നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നമ്മളുടെ സ്രഷ്ടാവായ ദൈവത്തെ അറിഞ്ഞ അവിടത്തെ സ്തുതിച്ച് വണങ്ങി ആരാധിക്കുക എന്നതാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ അതിനു വേണ്ട സർവവും നമുക്ക് വേണ്ടി നമ്മുടെ സ്വർഗദാതൻ ഈ ഭൂമിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എല്ലാ സമൃദ്ധിയും അനുഭവിച്ചുകൊണ്ട് അവിടുത്തെ സ്തുതിക്കുക മാത്രമേ അവിടുന്ന് പ്രതിഫലമായി ചോദിക്കുന്നുള്ളൂ. പ്രിയപ്പെട്ടവരെ, എന്നാൽ നമ്മിൽ എത്ര പേർ സൃഷ്ടാവായ നമ്മുടെ ദൈവത്തെ അറിഞ്ഞിട്ടുണ്ട്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശുനാഥനിൽ നാം നമുക്ക് വേണ്ടി ജീവൻ തരിക കൂടി ചെയ്ത് അങ്ങേയറ്റം താഴ്ന്നിറങ്ങി നമ്മളെ രക്ഷിച്ച് നമുക്ക് നിത്യജീവൻ തന്ന ഒരു ദൈവത്തെ കാണുന്നു. പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തെ നമുക്ക് വണങ്ങി ആരാധിക്കാം. അവിടുന്ന് ഒരുക്കിയ സമൃദ്ധിയിൽ നിറയാം. പ്രിയപ്പെട്ടവരെ, സ്വർഗദാതനേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ഗാനം ആലപിക്കുകയാണ്. കാക്ക പാടി കുയിലു പാടി മോദം, യേശു മാത്രം സത്യദൈവം. വിണ്ണിൽ നിന്നും മണ്ണിൽ വന്നിറങ്ങി നാഥൻ യേശു മാത്രം സത്യദൈവം. കേട്ടാറും കാട്ടുപോജോലയും പാടി യേശു മാത്രം സത്യദൈവം. ഭൂമിയിൽ ജീവിച്ച് സ്വർഗം മണ്ണിൽ തീർത്ത യേശു മാത്രം സത്യദൈവം. നീലവാനും അല ആഴിയും പാടി യേശു മാത്രം സത്യദൈവം. പേടകളേറ്റു മാനവർക്കെല്ലാം സൗഖ്യം നൽകിയ യേശു മാത്രം സത്യദൈവം. സൂര്യചന്ദ്ര താരാഗണങ്ങളും ഉജ്ജ്വല ശോഭയാലാർത്തുപാടി യേശു മാത്രം സത്യദൈവം. ജീവൻ കാൽവരിയിൽ ബലിയേകി നിത്യ ജീവൻ മാനവർക്കേകി അതൻ യേശു മാത്രം സത്യദൈവം. നമ്മുടെ യേശുനാഥൻ മാത്രം സത്യദൈവം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരു തിരുവചന ഭാഗം വായിക്കുകയാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 11-12 വാക്യം. അതിൻ്റെ ശേഷം
മറ്റേ കന്യകമാരും വന്ന് കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു. അതിന് അവൻ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പിൻ. പ്രിയരെ, 10 കന്യകമാർ മണവാളനെ സ്വീകരിപ്പാൻ അതാ ഒരുങ്ങി പുറപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ ഉപമയിലൂടെ യേശുനാഥൻ വിവരിച്ചിട്ടുള്ളത് ദൈവത്തെ അറിയാത്ത, സത്യദൈവമായ യേശുവിനെ അറിയാത്ത ആളുകളെ അല്ല പ്രിയപ്പെട്ടവരെ, സത്യദൈവമായ യേശുവിനെ ആരാധിക്കുന്ന അവരെയാണ് അവിടെ നിന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ 10 കന്യകമാരിൽ 5 പേർ വിളക്കെടുത്തു, എണ്ണ എടുത്തില്ല. മറ്റേ 5 കന്യകമാരാകട്ടെ പകൽ തന്നെ മണവാളൻ എത്തിച്ചേരുമെന്നോർത്ത് വിളക്ക് മാത്രമേ എടുത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, എന്നാൽ മണവാളൻ വരുവാൻ അതാ രാത്രിയാവലാണ് മണവാളൻ വരുന്നത്. പ്രിയപ്പെട്ടവരെ, വിളക്കെടുക്കാത്ത കന്യകമാർ എണ്ണ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ അതാ ഒരുക്കത്തോടുകൂടി എണ്ണയുമായി വന്ന 5 മണവാട്ടിമാരോടൊത്ത് മണിയറയിൽ പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ എണ്ണയും വാങ്ങി വന്ന് അവർ ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളെ അറിയയില്ല എന്ന മറുപടിയാണ് ഉണ്ടായത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നല്ല കാലത്ത് പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടി ഇരിക്കുന്ന സമയങ്ങളിൽ നല്ല കാലത്ത് വരുമെന്ന വിചാരത്തിൽ നാം ഇരിക്കരുത്. പ്രിയപ്പെട്ടവരെ, ഒരു കഷ്ടകാലം വരുമ്പോഴും നമ്മൾ കർത്താവിൽ ഒരുങ്ങി പ്രാർത്ഥനയോടെ ഇരിക്കുക തന്നെ ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ഒരു ദുഃഖം വരുമ്പോൾ, ഒരു നിരാശ വരുമ്പോൾ അവിടത്തെ വിളിച്ചപേക്ഷിക്കാതെ നമ്മൾ ഇരുന്നാൽ പിന്നീട് നമ്മൾ അവിടത്തോട് നമ്മുടെ നല്ല കാലത്ത് വിളിച്ച് അപേക്ഷിക്കുമ്പോൾ നമ്മെ അറിയുക ഇല്ല എന്ന് തന്നെ പറയും. പ്രിയപ്പെട്ടവരെ, ആയാൽ കാലവ്യത്യാസങ്ങളെ, സമ്പന്നതയും ദാരിദ്ര്യവും ഒന്നും നോക്കാതെ തന്നെ നമ്മൾ അവിടുത്തെ നമ്മുടെ യേശുവിനെ, നമ്മുടെ ദൈവത്തെ, പരിശുദ്ധാത്മാവാൻ ദൈവത്തെ നമ്മൾ സ്തുതിച്ചു കൊണ്ടിരിക്കണം. പ്രിയപ്പെട്ടവരെ, അല്പമെന്ന കടന്ന് ചിന്തിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വൻകൃപയിൽ തന്നെ പ്രിയപ്പെട്ടവരെ വെളിച്ചെണ്ണ നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ്? പ്രിയപ്പെട്ടവരെ, തേങ്ങയുടെ മടൽ മാറ്റി, ചിരട്ട മാറ്റി, തേങ്ങ ചിരണ്ടി പാലെടുത്ത് ആ പാല് നമ്മൾ തീയിൽ വറ്റിച്ചാണ് മാത്രമേ എണ്ണ കിട്ടുകയുള്ളൂ. ഇപ്പോൾ മിഷ്യനിലായാലും പ്രിയപ്പെട്ടവർ അവർ ഉണക്കുക, കൊപ്ര ആട്ടിയെടുക്കുന്നു. എങ്കിൽ തന്നെയും അല്പം പാടുപെടൽ ഇതിന് ഉണ്ട് തന്നെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശുവിനെ അറിഞ്ഞ, വിശ്വാസ സ്നാനം സ്വീകരിച്ച പ്രിയപ്പെട്ടവർ അവിടുത്തെ അന്തികെ വന്നണഞ്ഞ നമ്മൾ പരിപൂർണ മനസ്സോടെ മാനസാന്തരം വന്ന ഹൃദയത്തോടെയാണോ ഇരിക്കുന്നതെന്ന് ചിന്തിക്കണം. പ്രിയപ്പെട്ടവരെ, ചിലർ വിശ്വാസം സ്നാനം സ്വീകരിച്ച രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നാൽ തന്നെയും പിന്നീട് പ്രാർത്ഥനയോ ഉപവാസമോ തിരുവചന ധ്യാനമോ ഒന്നും ഉണ്ടായിരിക്കുകയില്ല. ജീവിത വ്യഗ്രതയിൽ ഓടി നടക്കുക എന്നവരായിരിക്കും പ്രിയപ്പെട്ടവരെ. എന്നാൽ നമ്മൾ പ്രാർത്ഥനയോടെ തന്നെ ആയിരിക്കണം.
കാരണം മറ്റുള്ളവർക്കും വേണ്ടി കൂടിയും നമ്മുടെ കർത്താവായ യേശുവിനെ അറിയാത്ത അനേകർക്ക് വേണ്ടി കൂടിയും പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെട്ട വിശിഷ്ട ജനതയാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ ആ ബോധം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എണ്ണയുമായി വന്ന 5 കന്യകമാർ പ്രിയപ്പെട്ടവരെ, പരിപൂർണ ഹൃദയത്തോടെ മനസാന്തരം വന്ന ഹൃദയത്തിൽ ഒരു മനസാന്തരം വന്ന നന്മയുടെ എണ്ണയാൽ സൽചിന്തകളാൽ തങ്ങളുടെ കൺകളാൽ യേശുവിനെ സ്വർഗരാജ്യത്തെ കണ്ടവർ തന്നെ പ്രിയപ്പെട്ടവരെ. എണ്ണയെടുക്കാണ്ട് വന്നവർ മനസാന്തരം വരാതെ, ജീവിതത്തിന് ഒരു മാറ്റവും വരുത്താതെ, തിന്മ നിറഞ്ഞ ചിന്തകളാൽ സ്വർഗരാജ്യത്തെ മറച്ച് അന്ധകാരത്തിൽ കഴിയുന്നവർ തന്നെ പ്രിയപ്പെട്ടവരെ. നമുക്ക് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ഈ വിലപ്പെട്ട ജീവിതത്തെ, ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ഈ ജീവിതത്തെ മൂല്യമുള്ളതാക്കി തീർത്ത് നമ്മുടെ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് സദാസമയവും വ്യാപരിക്കാം പ്രിയപ്പെട്ടവരെ. സത്യദൈവത്തെ തിരിച്ചറിയാത്ത യേശുനാഥനെ, പരിശുദ്ധാത്മാവാം നമ്മുടെ ദൈവത്തെ തിരിച്ചറിയാത്ത അനേകർക്ക് വേണ്ടി കൂടിയും നമുക്ക് ജാഗ്രതയോടെ ഇരുന്ന് പ്രാർത്ഥിക്കാം. പരംതാതൻ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ. ഒരു സാക്ഷ്യം കൂടി കർത്താവിൻ്റെ വൻകൃപയാലൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അടിയാത്തിയുടെ ആങ്ങളയുടെ മകൾ 3 വയസ്സുള്ള കുഞ്ഞ് ഒരിക്കൽ ഞാൻ എടുത്തുകൊണ്ട് നിന്നപ്പോൾ അടിയാത്തിയുടെ ചുരിദാറിൽ നിന്ന് ഒരു സ്റ്റീലിൻ്റെ വട്ടമെടുത്ത് പെട്ടെന്ന് പറിച്ചെടുത്ത് വിഴുങ്ങിക്കളയുകയുണ്ടായി പ്രിയപ്പെട്ടവരെ. അടിയാത്തി അത് കാണുവാനിടയായി. ഒരാഴ്ച കുട്ടിക്ക് വയറിളക്കമായിരുന്നു പ്രിയപ്പെട്ടവരെ. വയറിളക്കം ആണെങ്കിൽ തന്നെയും കുട്ടിക്ക് ഒരു ക്ഷീണമോ ഭക്ഷണം കഴിക്കുന്നതിൽ മടുപ്പോ ഒന്നുമില്ല. അവൾ കളിച്ചുകൊണ്ടേയിരുന്നു. എൻ്റെ അമ്മച്ചിയും നാത്തൂനും വിഷമപ്പെട്ട് ഇരുന്നു. ഒരിക്കൽ ഞാൻ സൺറൈസ് ഹോസ്പിറ്റൽ കാക്കനാട് നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്നപ്പോൾ ഇവർ വിഷമിച്ചിരിക്കുകയാണ്. ഞാൻ കുട്ടിയെയും ഒരുക്കി ഹോസ്പിറ്റലിൽ പോയി. കരുവേൽപ്പടി ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടറോട് ഞാൻ പറഞ്ഞു, ഒരു ചെറിയ സ്റ്റീൽ കഷ്ണം. ഞാനിത് അമ്മച്ചിയോടും നാത്തിനോടും പറഞ്ഞിട്ടില്ലായിരുന്നു. എനിക്ക് മാത്രമേ അത് അറിയാൻ പാടുള്ളായിരുന്നു. അത് കർത്താവിൻ്റെ ഒരു പ്രവൃത്തിയാണെന്ന് പിന്നീട് അടിയാത്തിക്ക് മനസ്സിലായി. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, കുട്ടി ഒരു സ്റ്റീൽ കഷ്ണം വിഴുങ്ങിയിട്ടുണ്ട്, വയറ്റിളക്കമാണെന്ന് ഡോക്ടർ പറഞ്ഞു. സർജൻ വന്നിട്ട് കാണിക്കണമെന്ന്. ഞാൻ കുട്ടിയെയും കൊണ്ട് വീട്ടിൽ വന്ന് അന്ന് സ്വർഗീയ വിരുന്നിൻ്റെ ഒരു പ്രാർത്ഥന ഇടക്കൊച്ചിയിൽ ജോൺസൺ ബ്രദറുടെ ഭവനത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ കുട്ടിയെ എടുത്ത് തൊട്ടടുത്ത ഒരു പ്രാർത്ഥനക്കാരുടെ സംഗീത സിസ്റ്റർ എന്ന് പറയുന്ന അവരുടെ മകളുടെ ഡ്രസ്സും അണിയിച്ചുകൊണ്ട് വീട്ടിൽ പറഞ്ഞു. അവിടെ ഒരു ആയുർവേദ ഡോക്ടറുണ്ട്, അവിടെ കാണിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഇടക്കൊച്ചിയിലെത്തി. പ്രാർത്ഥന തുടങ്ങും മുമ്പ് കോട്ടയത്ത് നിന്നും വന്ന ഒരു ബ്രദറോട് ഞാൻ കാര്യം പറഞ്ഞു. ബ്രദർ കൈവച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് പോലും വിശ്വാസം തീരെയില്ലായിരുന്നു. തൊട്ടടുത്ത വീട്ടിൽ എൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു എൻ്റെ ചേച്ചിയുടെ വീട്. ആ ഭവനത്തിൽ കൂടി ഒന്ന് കയറിയ ശേഷം ഞാൻ പ്രാർത്ഥനയ്ക്ക് മുമ്പേ ചിറക്കയിലുള്ള എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു. പ്രിയപ്പെട്ടവരെ, ബസ്സിൽ നിന്നിറങ്ങിയപ്പോൾ കുഞ്ഞ് ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. ഞാൻ കുഞ്ഞിനെയും എടുത്ത് നടന്ന രാഘവും വൈദ്യരുടെ ഭാഗം കഴിഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ വയറ്റിൽ നിന്നും
കർ ഗർ ഗർ കർ ഗർ ഗർ എന്ന ഇരുമ്പ് പൊടിയുന്നത് മാതിരി ഒരു സ്വരം അടിയാത്തി കേട്ടു. ഇതെന്താണെന്നോർത്ത് അടിയാത്തി അതിശയപ്പെടുക തന്നെ ചെയ്തു. പ്രിയപ്പെട്ടവരെ, വീട്ടിൽ പിറ്റേന്ന് രാവിലെ എൻ്റെ കുഞ്ഞിൻ്റെ വയറിളക്കം മാറിയിരിക്കുന്നതായി കണ്ടപ്പോൾ അടിയാത്തി അമ്മയോടും നാത്തൂനുമായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഇന്നലെ ഞാൻ പോയത് പ്രാർത്ഥനാ സ്ഥലത്താണ്. ആ ബ്രദർ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഇത് മാറിയതെന്ന. പ്രിയപ്പെട്ടവരെ, വിഗ്രഹാരാധികളായ എൻ്റെ അമ്മയ്ക്കും എൻ്റെ നാത്തൂനും അതൊരു സാക്ഷ്യമായി മാറി. പ്രിയപ്പെട്ടവരെ, എങ്കിലും അടിയാത്തിയെ ഒന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി തന്നെ ആയിരുന്നു പ്രിയപ്പെട്ടവരെ ഈ സാക്ഷ്യം കർത്താവ് എന്നെ കാണിച്ചത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് മനുഷ്യനാൽ ചെയ്യാത്ത കാര്യങ്ങൾ തൻ്റെ ദൂതന്മാരെ കൊണ്ട് ചെയ്യിക്കുന്ന വൻകൃപയ്ക്ക് നന്ദി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ യേശുനാഥനിൽ വിശ്വസിച്ച് ഇറങ്ങിയ അവിടുത്തെ മുഖത്ത് നോക്കി സർവ നിന്ദകളും ഏറ്റുവാങ്ങിക്കൊണ്ട് ഇറങ്ങിയിരിക്കുന്ന പ്രിയമക്കളെ, നിങ്ങൾക്ക് ലജ്ജിക്കേണ്ടി ഒരിക്കലും വരികയില്ല. പ്രിയമക്കളെ, സർവ നന്മകളാലും അവിടുന്ന് നമ്മെ പോറ്റി പുലർത്തുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ഒരു വെളിപ്പാട് കൂടി പറയുകയാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ മക്കളും നമ്മുടെ ബന്ധുക്കളും എല്ലാം നമ്മുടെ വീട്ടിൽ നിന്ന് അകന്നു നിന്നാലും പ്രിയപ്പെട്ടവരെ, ഇടയ്ക്കിടെ നമ്മുടെ വീട്ടിൽ വന്നുകൊണ്ട് ഇരിക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഇനി വരാനുള്ള സാവകാശമില്ലെങ്കിൽ മനസ്സുകൊണ്ട് അവർ നമ്മുടെ അടുക്കൽ ഓടി എത്തുക തന്നെ ചെയ്യും എന്നതിന് യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ചുറ്റും വ്യാപരിച്ചുകൊണ്ട് ഇരിക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രകൃതിയിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ സൂര്യനെ ചുറ്റുന്ന ഭൂമിയെ ചുറ്റുന്ന ചന്ദ്രൻ, നിരവധി സൂര്യന്മാരും ചന്ദ്രന്മാരും ഗംഗ മുഴുവൻ ഒരു കറുത്ത ഗർത്തത്തെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് എന്താണെന്ന് നാം ചിന്തിക്കുക തന്നെ ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ദൈവം ഈ ഭൂമിയിലാക്കി വെച്ച ഓരോ വസ്തുവിനും നമ്മോട് പറയാൻ നിരവധി കാര്യങ്ങൾ ഉണ്ട് തന്നെ. പ്രിയപ്പെട്ടവരെ, നാം ആ കാര്യങ്ങൾക്ക് ചെവി ചായ്ക്കുക തന്നെ ചെയ്യണം. അത് അറിയുവാൻ നമ്മൾ വ്യഗ്രതപ്പെടുക തന്നെ ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ആദിയിൽ ഒരു മഹാവിസ്ഫോടനം സൂര്യനിൽ ഉണ്ടാവുകയും ഭൂമിയും മറ്റു സൗരയൂഥത്തിലെ എല്ലാ ഗോളഗ്രഹങ്ങളും സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു എന്ന് ശാസ്ത്രം പറയുന്നു. ഈ ഭൂമി ഉണ്ടായിട്ട് ഏതാണ്ട് 450 കോടി വർഷമായെന്ന് ശാസ്ത്രം പറയുമ്പോൾ പ്രിയരെ, നമ്മുടെ പരംപിതാവാം ദൈവത്തിൻ്റെ കണ്ണിൽ അത് ഒരു കൃഷിക്ക് വേണ്ട കാലയളവേ ആയിട്ടുള്ളൂ, 3-4 വർഷം. പ്രിയപ്പെട്ടവരെ, മനുഷ്യനുണ്ടായിട്ട് 70,000 വർഷം ആയെന്ന് ശാസ്ത്രം പറയുന്നു. പ്രിയപ്പെട്ടവരെ, കാലത്തിൻ്റെ പൂർണ്ണതയിൽ മനുഷ്യരെ ഭൂമിയിൽ എല്ലായിടത്തും പരന്താതൻ ആക്കി വെക്കുക തന്നെ ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആദിയിൽ മൃഗങ്ങളെപ്പോലെ ഭക്ഷിച്ചും പാനം ചെയ്തും ജീവിച്ചിരുന്ന മാനവർ ഇന്ന്
പരം ദൈവത്തെ സത്യാത്മാവിനെ തിരിച്ചറിഞ്ഞ തോത്രം 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 ആത്മാവിലും സത്യത്തിലും ആരാധിച്ചുകൊണ്ട് ഒരു സ്വർഗമിവിടെ തീർത്തിരിക്കുന്ന മാനവർ സ്വർഗദൂതന്മാർക്കും മാലാഖമാർക്കും ഒരു അത്ഭുതം തന്നെയാണ് പരംപിതാവിൻ്റെ വലം കൈയാൽ സംഭവിച്ചത് തന്നെ. പ്രിയപ്പെട്ടവരെ, ഒരു അഗാധഗർത്തത്തെ ചുറ്റി സൂര്യചന്ദ്രന്മാർ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. സ്വർഗം സ്ഥിതി ചെയ്യുന്ന ഗർത്തം തന്നെ ഞാൻ കൂരിരുളിൽ വസിക്കുമെന്ന് ദൈവം അരുളി ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, എന്താണോ ഈ കൂരിരുൾ? മനുഷ്യനെ കുറിച്ചുള്ള തൻ്റെ പ്രതീക്ഷ നഷ്ടമായതിലുള്ള ഒരു മനോവിഷമത്വം തന്നെ ഈ കൂരിരുൾ, പ്രിയപ്പെട്ടവരെ. എന്നാൽ ഇന്ന് മാനവർ ഇவ்விധം നിറവോടെ വരുമ്പോൾ സ്വർഗം അത്യധികം സന്തോഷിക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, സൗരയൂഥം എന്ന് പറയുന്നത്, ആകാശഗംഗ, മിൽക്കി വേ എന്നെല്ലാം പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ആദിയിൽ നമ്മുടെ ദൈവം സൃഷ്ടിച്ച ഭൂമിയിൽ നമുക്ക് വേണ്ടി അവിടെ നിന്നൊരുക്കിയ സൂര്യൻ നമ്മുടെ പൊന്നുനാഥൻ്റെ അതികഠിന ദുഃഖത്താൽ ഛിന്നഭിന്നമായി തീർന്നത് തന്നെ. പ്രിയപ്പെട്ടവരെ, ഒരു വലിയ തീക്കട്ടയായ സൂര്യനിൽ നിന്നും തെറിച്ച് വീണതുകൊണ്ട് തന്നെ ഭൂമിയും ആദിയിലൊരു തീക്കട്ടയായിരുന്നു. ഒരു കർഷകൻ തൻ്റെ നിലം കിളച്ച് വെള്ളമിട്ട് ഒരുക്കുന്നത് പോലെ നമ്മുടെ ദൈവം ഭൂമിയെ സ്വർഗത്തിലെ സമുദ്രത്തിൽ നിന്നും ഒഴിച്ച് പാകപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, ഇന്നും ഭൂമിയിൽ ചില സ്ഥലങ്ങളിൽ കാണുന്ന അഗ്നിപർവ്വതങ്ങൾ, സ്ഫോടനങ്ങളും എല്ലാം ഭൂമി ആദ്യമൊരു തീക്കട്ടയായിരുന്നു എന്ന സത്യത്തിന് അടിവരയിടുന്നു. പ്രിയപ്പെട്ടവരെ, വിധം ഒരു നിത്യരാജ്യത്തിലേക്ക് വേണ്ടി മാനവരെ എല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന പരന്തവ്യത്തിന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യരായ നാം അവിടുത്തെ മുൻപിൽ മഹത് വ്യക്തികൾ തന്നെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒന്നിനും ഭയപ്പെടേണ്ടതില്ല. നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മെ ഈ ഭൂമിയിലാക്കി വെച്ച നമ്മുടെ ദൈവം നിറവേറ്റി തരിക തന്നെ ചെയ്യും തക്ക സമയത്ത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവത്തെ, യേശുവിനെ അറിഞ്ഞ് ആരാധിച്ച് സ്തുതിച്ചാൽ മാത്രം മതി. പ്രിയപ്പെട്ടവരെ, സ്വർഗനാഥൻ നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രാൻ ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും എല്ലാ മക്കളോടും കൂടി ഉണ്ടായിരിക്കുമാറാകട്ടെ. തൻ്റെ പുത്രനെ തന്ന് നമ്മെ മരണത്തിൽ നിന്നും വീണ്ടെടുത്ത അവിടുത്തെ നാമമഹത്വത്തിനായി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, വേഗം വരണമേ.